ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നിങ്ങളൊരു മ്യൂസിക് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും MP3 പകരം FLAC ഫയൽസ്, ഫ്ലാഗ് ഫയൽസ് അല്ലെങ്കിൽ വേവ് ഫയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തിട്ടുണ്ടാവും വേവ് ഫയൽസും ഫ്ലാഗ് ഫയൽസും അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഫയൽസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഹയസ്റ്റ് മ്യൂസിക് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ പ്ലേ ചെയ്യാൻ പറ്റാറുണ്ടോ? സാധാരണ നമ്മളെല്ലാവരും ചെയ്യുക ഒരു ബ്ലൂടൂത്ത് ബോർഡ്, ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് ബോർഡിലോ എന്തെങ്കിലും കണക്ട് ചെയ്ത് സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് മിക്ക ആളുകളും നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ബിക്കോസ് ഇതുപോലത്തുള്ള ബോർഡ്സിലൊക്കെ വരുന്ന ഡാക്ക് വളരെ ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ കേപ്പബിലിറ്റീസ് വളരെ കുറവുള്ള ഡാക്ക്. ബിക്കോസ് ആ ഒരു പ്രൈസിൽ നമുക്ക് 250 രൂപ 300 രൂപയ്ക്ക് ഇത് വിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൈസിലേ വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പോൾ പലരും യൂട്യൂബ് അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഒക്കെ സ്ട്രീം ചെയ്യുന്നവരുണ്ട്. മിക്കവരും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസിൽ നിന്ന് നമ്മൾ സ്പോട്ടിഫൈയിലേക്കും യൂട്യൂബിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ മൊബൈലിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് മൊബൈലിലേക്ക് നമ്മളൊരു 3.5mm ജാക്ക് കുത്തിയിട്ട് ഇത് നമ്മൾ സ്റ്റീരിയോയിലേക്ക് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടില്ല ഈ ഹൈ എൻഡ് സോങ്സിൻ്റെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മൊബൈലിലെയും ഡാക്ക് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടുന്ന ഡാക്സിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് മൊബൈൽസ് എല്ലാം മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല, അതിൻ്റെ പർപ്പസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഡാക്സ് ആയിരിക്കും മിക്ക മൊബൈൽസിലും കാണുക. ഇതിനൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് അലോവിൻ്റെ ബോസ് പ്ലെയർ. ഇതൊരു സ്ട്രീമറാണ്. സ്ട്രീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന ഓഡിയോസ് പ്ലേ ചെയ്യാനുള്ള ഒരു സംഭവമാണത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ USB ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ USB ഡ്രൈവ്സിലോ ഉള്ളതെല്ലാം ഇതിലിവിടെ കുത്തിയിട്ട് നമുക്ക് ലോക്കലായിട്ടും പ്ലേ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മ്യൂസിക് സ്ട്രീമറാണ് ഈ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിലൊരു റാസ്ബെറി പൈ ഉണ്ട്. ഈ അടിയിൽ കാണുന്നത് റാസ്ബെറി പൈ ആണ്. റാസ്ബെറി പൈനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഡാക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡാക്ക് ബോർഡ് അലോ എന്ന കമ്പനി, അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. അലോ എന്ന കമ്പനി അവർ ഇന്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു ഡാക്ക് ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡാക്ക് ബോർഡിൽ നിങ്ങൾക്ക് കാണാം PCM 5122 എന്നുള്ള ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷന് വേണ്ടിയിട്ട് PCM 5122 എന്നുള്ള ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. പോരാതെ തന്നെ ഇതിൻ്റെ ഡാക്ക് സ്പെസിഫിക്കലി ഹൈഫൈ ഓഡിയോയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഡാക്കാണത്. നമ്മുടെ മൊബൈലിലെ പോലെയോ, നമ്മുടെ മൊബൈലിലൊക്കെ ജസ്റ്റ് ബേസിക് മ്യൂസിക് കേപ്പബിലിറ്റിക്ക് വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ബോർഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് തന്നെ വ്യത്യാസം കാണാം. ഇതിൽ കംപ്ലീറ്റ് പരിപാടികൾ ഈ ഒറ്റ ബോർഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കാണാം, ഇത് ഈ ബോർഡിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾ നോക്കിക്കോളൂ, എന്ത് ക്ലീൻ ആയിട്ടാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മളിതിൻ്റെ അക്രലിക് കേസ് ഊരിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഊരിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അലോവിൻ്റെ ബോർഡ് വരുന്നത്. ഇതിൽ 2 RCA ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് പൈ കാണാം. നമ്മുടെ ഹൈ ക്വാളിറ്റി സോങ്സ്, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി സോങ്സ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ റാസ്ബെറി പൈ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ഡാക്കിലേക്ക് അയക്കും. ഈ ഡാക്ക് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിന്ന്, ഇതിലുള്ളത് നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റാണ്, ഫ്ലാഗ് ഫയൽസോ അല്ലെങ്കിൽ വേവ് ഫയൽസോ അല്ലെങ്കിൽ MP3യോ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഫയൽ, അതല്ലെങ്കിൽ സ്ട്രീം ചെയ്ത് വരുന്ന മ്യൂസിക്, അതായത് നിങ്ങളുടെ യൂട്യൂബോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോട്ടിഫൈയോ സ്ട്രീം നിന്ന് വരുന്ന മ്യൂസിക്, ആ മ്യൂസിക് അത് നെറ്റ്വർക്കിൽ കൂടെ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് കേബിൾ കുത്താം, അതല്ലെങ്കിൽ ഇതിന് വൈഫൈ ഉണ്ട്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ വൈഫൈ കൂടെ വരുന്ന മ്യൂസിക്കിനെ റാസ്ബെറി പൈ പ്രോസസ്സ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്ത മ്യൂസിക്കിനെ ഈ ഇതിലേക്ക് വിടുന്നു. ഇതിലേക്ക് അത് ഈ നമ്മുടെ അലോ ബോസ് ബോർഡിൽ അതിനെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ, നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇരിക്കുന്ന മ്യൂസിക്കിനെ അനലോഗ് കൺവേർഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ നടത്താൻ വളരെ നല്ലൊരു ചിപ്പാണുള്ളത്. PCM 5122 എന്നുള്ളൊരു ചിപ്പാണ് ഇതിലുള്ളത്. ആ ഒരു ചിപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് വളരെ ഹൈ ക്വാളിറ്റി മ്യൂസിക് കിട്ടുന്നു. നമ്മൾ സാധാരണ ബോർഡ്സിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു ചിപ്പാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ബോർഡും തമ്മിൽ ജസ്റ്റ് നിങ്ങൾ വിഷ്വൽ കമ്പാരിസൺ തന്നെ നടത്തിയാൽ അറിയാം അതിൻ്റെ ഡിഫറൻസ്. PCM 5122 ചിപ്പ് 384 kHz 32 ബിറ്റ് ചിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സൗണ്ടാണ് അതിൽ പ്രോസസ്സിങ് നടക്കുന്നത്. ഈ ഡാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോക്ക് വളരെ സുപ്പീരിയർ ക്വാളിറ്റിയാണ്. ആ ക്ലോക്കിൽ വരുന്നത് ജപ്പാനീസ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് വരുന്നത്, NDK എന്ന കമ്പനിയുടെ കമ്പോണൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നോയ്സ് വളരെ കുറവായിരിക്കും.
ജിറ്റർ എന്നാണ് പറയുക. ആ ജിറ്റർ വളരെ കുറവായിരിക്കും. പിന്നെ ഇതിൽ ലോ നോയ്സ് റെഗുലേറ്റേഴ്സും പവർ സപ്ലൈ വലിയൊരു ഇഷ്യൂ ആണ്. സാധാരണ നമ്മൾ പവർ കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി പൈ ത്രൂ പവർ കൊടുക്കുമ്പോൾ അതിൽ നോയ്സ് കയറാൻ ചാൻസ് ഉണ്ട്. വളരെയധികം നോയ്സുകൾ ആ പവർ സപ്ലൈയിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അവർ ചെയ്യുന്നത് 3 സെപ്പറേറ്റ്, ഇതിൽ വരുന്ന പവറിനെ അത് 3 സെപ്പറേറ്റ് വേ ആയിട്ട് തിരിക്കും. ഡിജിറ്റലിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാൻഡ് ഒരു വേ ആവും, അനലോഗിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വേ ആവും, പിന്നെ ക്ലോക്സ്, ഇതിലുള്ള ക്ലോക്കിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വേ ആവും. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ലോ നോയ്സ് റെഗുലേറ്റേഴ്സ്, വളരെ ലോ നോയ്സ് ഉള്ള LT3042 എന്നുള്ള LDOs വെച്ചിട്ടാണ് ആ നോയ്സ് റെഗുലേഷൻ വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഈ പവർ സപ്ലൈയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് പവർ കൊടുക്കാം. ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുക്കുന്നതിന് ഇവിടെ ഒരു ജമ്പർ ഉണ്ട്. ആ ജമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ USB-C പോർട്ട് കാണാം. ആ USB-C പോർട്ടിൽ കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 5 വോൾട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റി മെച്ചപ്പെടും. പിന്നെ ഇവരുടെ കമ്പോണന്റ് ലേഔട്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കമ്പോണന്റ് ലേഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു ബേസ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിന്റെ അടിയിലൊരു സൂപ്പർ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വട്ടത്തിലൊരു സംഭവം നിങ്ങൾ കണ്ടില്ലേ, അതൊരു സൂപ്പർ കപ്പാസിറ്റർ ആണ്. ആ സൂപ്പർ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് ഇതിന്റെ ബേസ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. നല്ല ബേസ് പെർഫോമൻസ് കിട്ടും ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ പവർ ചെയ്യുന്നത് ഇതിന്റെ ചിപ്പിലേക്ക്, മെയിൻ ചിപ്പിലേക്ക് വരുന്ന പവർ ഫിലിം കപ്പാസിറ്റേഴ്സിൽ കൂടെയാണ് വരുന്നത്, സെറാമിക് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് വളരെ ഹൈ ആണ് വരുന്നത്. ഇതിൽ നമ്മൾ വോളിമിയോ എന്നൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതിന്റെ SD കാർഡിൽ, ഇതിന് കണ്ടോ, ഇതിന്റെ സൈഡിൽ ഒരു SD കാർഡ് ഉണ്ട്. അതിൽ നമ്മൾ റൈറ്റ് ചെയ്തിട്ട് അതിൽ ഫ്ലാഷ് ചെയ്യും നമ്മൾ. അത് ഫ്ലാഷ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇൻസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളിയൂമിൽ നിന്നാണ് ഇത് ബൂട്ട് ആവുക. ഇത് ബൂട്ടായി കഴിഞ്ഞാൽ ഇതൊരു വൈഫൈ ഹോട്ട്സ്പോട്ട് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു വൈഫൈയുടെ ആവശ്യമില്ല, ഇത് തന്നെ ഒരു വൈഫൈ ആയിട്ട് വർക്ക് ചെയ്യും. ഇത് വൈഫൈ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നമ്മുടെ മൊബൈലിൽ വൈഫൈ സെർച്ച് ചെയ്തപ്പോൾ ഇതിൽ കാണാം വോളിമിയോ A7E55. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിന്റെ ഇന്റർഫേസിലേക്ക് പോകും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം നമ്മുടെ ഇന്റർഫേസ് കാണാം. അപ്പോൾ ഈ ഇന്റർഫേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നോ എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഇതിന് വൈഫൈന് പകരം നമ്മളിത് നമ്മുടെ നെറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ നെറ്റിലേക്ക്, വീട്ടിലുള്ള വൈഫൈ നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈതർനെറ്റിലേക്കോ ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീട്ടിലുള്ള വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് സ്പോട്ടിഫൈ സ്ട്രീം ചെയ്യാം, ഇതിലേക്ക് യൂട്യൂബ് സ്ട്രീം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസും, അതായത് ഒരു സ്ക്രീനുള്ള നിങ്ങളുടെ ഐപാഡോ അതല്ലെങ്കിൽ നിങ്ങളുടെ ടാബോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ ഇന്റർഫേസ് തന്നെ അതിൽ വരും. അതേപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക്സ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് ഡ്രൈവിലോ എന്തെങ്കിലുമായിട്ട് ഇതിൽ കണക്ട് ചെയ്ത മ്യൂസിക് ഒക്കെ നമുക്ക് ഇതിൽ ബ്രൗസ് ചെയ്യാം. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ മ്യൂസിക് ലൈബ്രറി ഉണ്ട്, ഇതിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈഗിൾസ് ക്യൂൻ, ഇതാണ് അതിൽ ഞാൻ ഇൻസർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അകലെ ഇരുന്ന് തന്നെ ഇതൊരു റിമോട്ട് പോലെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പാട്ട് മാറ്റാനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു റിമോട്ട് കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്തിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളൊരു റിമോട്ട് കൺട്രോൾ അതല്ലെങ്കിൽ വൈഫൈ റിമോട്ട് കൺട്രോളും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിൽ റാസ്ബെറി പൈ ആണ് ഇതിൻ്റെ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് റേഡിയോസ് ഉണ്ട്. ഇന്റർനെറ്റിൽ കിട്ടുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് മ്യൂസിക്സിൻ്റെ റേഡിയോസ് ഉണ്ട് സ്ട്രീമിംഗ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്റർനാഷണൽ റോക്ക് സോങ്സ് ഉണ്ടാവും, തമിഴ് സോങ്സ് ഉണ്ടാവും, AR റഹ്മാൻ കളക്ഷൻസ്, അങ്ങനെ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അതൊക്കെ എല്ലാം നമുക്ക് ഇതിൽ കൂടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ വോളിമിയോ ആണ് നമ്മളിതിന്റെ സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വോളിമിയോ അല്ലെങ്കിൽ നമുക്ക് മൂഡ് പ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്ലെയേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പെയ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇംപ്ലിമെന്റേഷൻസ് ഉള്ളതാണ്. ഇങ്ങനെയുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് ബോർഡിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ അതൊന്നും കിട്ടില്ല. ഇതുപോലെ സൂപ്പർ കപ്പാസിറ്റർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് കണക്ട് ചെയ്താൽ തന്നെ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. നിങ്ങൾ കേൾക്കാത്ത വളരെയധികം ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ സെപ്പറേഷൻ കൂടും, സ്റ്റീരിയോ സൗണ്ട് സ്റ്റേജ് കൂടും, ഇതെല്ലാം കൂടും. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല സ്പീക്കറും ഒരു നല്ല ആംപ്ലിഫയറും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആണ്. വളരെ ഒരു മോശം ആംപ്ലിഫയറിലേക്ക് വരെയും വളരെ മോശം സ്പീക്കറിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അത്യാവശ്യം നിങ്ങളുടെ അടുത്ത് നല്ലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് നല്ലതായിരിക്കും. അത് അല്ലെങ്കിൽ ഒരു സ്ട്രീമറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ യൂട്യൂബോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയോ ഒക്കെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യിക്കാം.
നമുക്കതിന് വേറൊരു മൊബൈലിൻ്റെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫുൾ പ്ലെയറിന് വരുന്നത് ഏകദേശം 8,000 റുപ്പീസ് പ്ലസ് ടാക്സ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡ് മാത്രമായിട്ട് നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ഒരു റാസ്ബെറി പൈ ഉണ്ടെങ്കിൽ, ഇത് റാസ്ബെറി പൈ 2, റാസ്ബെറി പൈ 3 ആൻഡ് റാസ്ബെറി പൈ 4 ഈ 3 വെർഷനും കമ്പാറ്റബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റാസ്ബെറി പൈയുടെ ഏതെങ്കിലും ഒരു വേർഷൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡ് മാത്രമായിട്ട് വാങ്ങാം. ഈ ബോർഡിന് 3,500 പ്ലസ് ടാക്സ് ആണ് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്ലെയർ ആയിട്ട് വാങ്ങാം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ചില ചിപ്പ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ബോസ് 2 എന്നൊരു വേർഷൻ ഉണ്ട്. ബോസ് 2 പ്ലെയറും ഉണ്ട്, ബോസ് 2 മാത്രമായിട്ട്. ബോസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷനാണ്. ഇതിൻ്റെ ഈ ഹാറ്റ് ബോർഡ്, ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ കറുപ്പ ബോർഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അത് ഇതിലും കൂടുതൽ ക്വാളിറ്റിയുള്ള ഡാക്കാണ്. കുറച്ച് പ്രൈസും കൂടുതലാണ് അതിന്, പക്ഷേ ഇതിലും നല്ല ക്വാളിറ്റിയുള്ള ഡാക്കാണ് അത് വരുന്നത്. പക്ഷേ ഇത് തന്നെ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അജഗജാന്തര വ്യത്യാസം നിങ്ങളുടെ സാധാരണ USB ബോർഡിലോ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ മൊബൈലിലോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ DVD പ്ലെയറൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നതിലും വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് ലീഗിലേക്ക് നിങ്ങളുടെ ഒരു അടുത്ത ലെവൽ തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത്, ഇതുപോലത്തെ ഡാക്കുകളുടെ സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അത് ഉണ്ടാക്കുക, എങ്ങനെയാണത് കോൺഫിഗർ ചെയ്യുക, ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതല്ല ഇതിൽ തന്നെ അത് കാണിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കാം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ആൾറെഡി ഒരു വീഡിയോ പണ്ട് ഇട്ടിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഇടാം ഡിസ്ക്രിപ്ഷനിൽ. ആ ഒരു വീഡിയോയിൽ കാണുന്ന അതേ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൽ തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഡാക്കിനെ പറ്റി ഞാൻ കുറേ വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ ഡാക്കിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. USB ഡാക്ക് എങ്ങനെയാണ്, നമ്മുടെ IS2 ഡാക്ക് എങ്ങനെയാണ്, പിന്നെ ഒരു ഡാക്ക് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങളുടെ ഓഡിയോയിൽ ഹൈ എൻഡ് ഓഡിയോയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അല്ല വാട്സപ്പ് ഗ്രൂപ്പ്സ്, ഓഡിയോൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.